എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കിടയിൽ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പുതിയ അഷ്വേർഡ് പെൻഷൻ സ്കീം അഥവാ APS. 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ച ഈ ഒരു പദ്ധതിക്ക് സർക്കാർ ഇപ്പോൾ ഔദ്യോഗിക അനുമതി നൽകിയിരിക്കുകയാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ, NPS, ഇപ്പോഴിതാ APS. എന്താണ് ഈ ഒരു പുതിയ മാറ്റം? ഇത് ജീവനക്കാർക്ക് ലാഭമാണോ അതോ നഷ്ടമാണോ? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാം. വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. അപ്പോൾ ആദ്യം തന്നെ ഈ 3 പെൻഷൻ സിസ്റ്റത്തെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീം, ഇതിനെ പഴയ പെൻഷൻ പദ്ധതി എന്നൊക്കെയാണ് സാധാരണ വിളിക്കുന്നത്. 2013 ഏപ്രിൽ 1 മുൻപ് സർവീസിൽ പ്രവേശിച്ചവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. കേരളത്തിലെയും അതേപോലെ ഇന്ത്യയിലെയും സർക്കാർ സേവന ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന പെൻഷൻ പദ്ധതിയായിട്ടാണ് ഇതിനെ പൊതുവെ കണക്കാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജീവനക്കാരൻ്റെ ശമ്പളത്തിൽ നിന്നും പെൻഷന് വേണ്ടി പ്രത്യേക തുകയൊന്നും ഈടാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നിലവിലെ NPS രീതിയിൽ ശമ്പളത്തിൻ്റെ 10% പെൻഷൻ ഫണ്ടിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ ജീവനക്കാരന് തൻ്റെ പൂർണ്ണമായ ശമ്പളം കയ്യിൽ കിട്ടുന്നു എന്നതാണ്. വിരമിക്കുമ്പോൾ എത്ര രൂപ പെൻഷൻ ലഭിക്കുമെന്ന് മുൻകൂട്ടി കണക്കാക്കുവാൻ സാധിക്കും. ഇത് വിപണിയിലെ ലാഭനഷ്ടങ്ങളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നതെന്നൊരു പ്രത്യേകത. ഒരാൾ വിരമിക്കുമ്പോൾ വാങ്ങുന്ന അവസാനത്തെ മാസത്തെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% തുകയാണ് പെൻഷനായി നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരാൾ വിരമിക്കുമ്പോൾ അയാളുടെ അടിസ്ഥാന ശമ്പളം 60,000 രൂപയാണ് എന്നുണ്ടെങ്കിൽ അയാൾ പ്രതിമാസം 30,000 രൂപ പെൻഷനായി സ്വീകരിക്കും. വിലക്കയറ്റത്തിനനുസരിച്ച് സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ക്ഷാമബത്ത, അതായത് നമ്മൾ DA എന്ന് പറയുന്നത്, പെൻഷൻകാർക്കും ലഭിക്കും എന്നുള്ളതാണ്. ഓരോ തവണയും സർക്കാർ DA വർദ്ധിപ്പിക്കുമ്പോൾ പെൻഷൻ തുകയിലും അതിനനുസരിച്ചുള്ള ആനുപാതികമായിട്ടുള്ള വർധന ഉണ്ടാകുന്നു എന്നതാണ് പ്രത്യേകത. ഇത് പെൻഷൻകാരുടെ ജീവിത നിലവാരം നല്ല രീതിയിൽ നിലനിർത്തുവാൻ സഹായിക്കുന്നു. വിരമിക്കുന്ന സമയത്ത് തൻ്റെ പെൻഷൻ തുകയുടെ ഒരു ഭാഗം മുൻകൂറായി ഒന്നിച്ചു വാങ്ങുന്നതിനായിട്ടുള്ള ഒരു കമ്മ്യൂട്ടേഷൻ സൗകര്യവുമുണ്ട്. സാധാരണയായി 40% വരെയാണ് ഇതുണ്ടാകാറുള്ളത്. ഇങ്ങനെ മുൻകൂട്ടി വാങ്ങുന്ന ആ ഒരു തുക പിന്നീട് നിശ്ചിത വർഷങ്ങൾ കൊണ്ട് പെൻഷനിൽ നിന്ന് കുറവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെൻഷൻകാരന് വലിയൊരു തുക ഒന്നിച്ച് കൈപ്പറ്റാൻ ഇതുപോലെ സാധിക്കുന്നു എന്നതാണ് പ്ലസ് പോയിന്റ്. അതേപോലെ സർവീസിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ വിരമിച്ച ശേഷമോ ജീവനക്കാരൻ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആശ്രിതർക്ക് പെൻഷൻ ലഭിക്കുവാൻ നിയമപരമായിട്ടുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. ഇതാണ് ഈ പദ്ധതിയെ സാമൂഹിക സുരക്ഷാ കവചം എന്ന രീതിയിൽ പ്രശസ്തമാക്കിയത്. കേരളത്തിൽ 2013 ഏപ്രിൽ 1 മുൻപ് സ്ഥിര നിയമനം ലഭിച്ചവർക്ക് മാത്രമാണ് നിലവിൽ ഈ പദ്ധതിക്ക് അർഹതയുള്ളത്. കുറഞ്ഞ പെൻഷൻ ലഭിക്കാൻ 10 വർഷത്തെ സർവീസും ഫുൾ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 30 വർഷത്തെ സർവീസും പൂർത്തിയായിരിക്കണം എന്നതാണ് ഇതിനകത്ത് നിബന്ധന. ചുരുക്കി പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പൂർണ്ണമായും സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കാം. അതായത് ഇതിനാവശ്യമായിട്ടുള്ള തുക ബജറ്റിലൂടെ സർക്കാർ നേരിട്ട് കണ്ടെത്തണം എന്നർത്ഥം. അപ്പോൾ ഇതുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പല സംസ്ഥാനങ്ങളും ഈ പദ്ധതി നിർത്തലാക്കി പങ്കാളിത്ത പെൻഷനിലേക്ക് മാറുന്നത് എന്നുകൂടി കാണാം. അടുത്തതായി 2004 ജനുവരി 1 മുതൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു നിക്ഷേപ അധിഷ്ഠിത പെൻഷൻ പദ്ധതിയാണ് പറയാനുള്ളത്. കേരളത്തിൽ 2013 ഏപ്രിൽ 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് എന്ന് കാണാം. ഇതിനെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി അഥവാ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം എന്നാണ് സാധാരണ വിളിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ജീവനക്കാരനും സർക്കാരും ഒരേപോലെ അവരുടെ വിഹിതം നൽകുന്നു എന്നതാണ് പ്രത്യേകത. ഓരോ മാസത്തെയും അടിസ്ഥാന ശമ്പളത്തിൻ്റെയും ക്ഷാമബത്തയുടെയും 10% തുക ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നു. അപ്പോൾ ജീവനക്കാരൻ നൽകുന്നതിന് തുല്യമായിട്ടുള്ള ഒരു തുക അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിക്കുന്നതായിട്ടുള്ള ആ ഒരു വിഹിതം സർക്കാർ ഈ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ജീവനക്കാരനും PRAN, അതായത് പെർമനൻറ്റ് റിട്ടയർമെൻറ്റ് അക്കൗണ്ട് നമ്പർ എന്ന പേരിൽ ഒരു സ്ഥിര അക്കൗണ്ട് നമ്പർ നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ അക്കൗണ്ട് നമ്പറിലേക്കാണ് ജീവനക്കാരൻ്റെയും സർക്കാരിൻ്റെയും വിഹിതം ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. ജോലി മാറുന്നതിനനുസരിച്ച് ഈ അക്കൗണ്ട് മറ്റൊരിടത്തേക്ക് മാറ്റാനും നമുക്ക് സാധിക്കുന്നതാണ്. NPSൽ സമാഹരിക്കുന്ന തുക സർക്കാർ നേരിട്ട് സൂക്ഷിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച്
ഇത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അംഗീകരിച്ചിട്ടുള്ള ഫണ്ട് മാനേജർ വഴി ഓഹരി വിപണിയിലേക്കോ അല്ലെങ്കിൽ സർക്കാർ ബോണ്ടുകളിലോ കോർപ്പറേറ്റ് ബോണ്ടുകളിലോ ഒക്കെയാണ് നിക്ഷേപിക്കാറുള്ളത്. നിക്ഷേപത്തിന് എത്ര ലാഭം കിട്ടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും വിരമിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തുക. അതിനാൽ ഈ പെൻഷൻ തുക മുൻകൂട്ടി നിശ്ചയിക്കുവാൻ സാധിക്കുകയില്ല. ഒരാൾ വിരമിക്കുമ്പോഴുള്ള ലംപ് സം, അതായത് അയാളുടെ അക്കൗണ്ടിലുള്ള ആകെ തുകയുടെ 60% ജീവനക്കാരന് ഒന്നിച്ച് പിൻവലിക്കുവാനായിട്ട് സാധിക്കും. ഇതിന് ആദായ നികുതി ഇളവ് നൽകുന്നതാണ്. ബാക്കി 40% തുക നിർബന്ധമായും ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ആന്വിറ്റി പ്ലാനിൽ നിക്ഷേപിക്കണം എന്നാണ് പറയുന്നത്. ഈ നിക്ഷേപത്തിൽ നിന്ന് മാസം തോറും ലഭിക്കുന്ന തുകയാണ് പെൻഷനായി കണക്കാക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഓഹരി വിപണി മികച്ച രീതിയിൽ മുന്നേറുകയാണെങ്കിൽ പഴയ പെൻഷനേക്കാൾ ഉയർന്ന തുക ഇവിടെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ നിക്ഷേപത്തിന്മേൽ ആദായ നികുതി ഇളവുകളും ഇതിനോടൊപ്പം ലഭിക്കുന്നതാണ്. എന്നാൽ വിപണിയിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ പെൻഷൻ തുക കുറഞ്ഞു പോകാനുള്ള ഒരു സാധ്യത കൂടി കണക്കാകാം. പഴയ പെൻഷൻ രീതിയിലുള്ള ക്ഷാമബത്ത ആനുകൂല്യം NPS പെൻഷൻകാർക്ക് ലഭിക്കില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ ലാഭവിഹിതം വിപണിയെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വിരമിക്കുമ്പോൾ കിട്ടുന്ന തുകയിൽ ഒരു അനിശ്ചിതത്വം ഉണ്ടെന്നതാണ് NPSനെ കുറിച്ച് ജീവനക്കാർക്കിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ആശങ്ക. ഈ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു അഷ്വേർഡ് പെൻഷൻ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അഷ്വേർഡ് പെൻഷൻ സിസ്റ്റം 2026 ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരുമെന്ന് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ APSൽ വിരമിക്കുന്ന സമയത്തെ അവസാന ശമ്പളത്തിൻ്റെ 50% പെൻഷനായി ലഭിക്കുമെന്ന് സർക്കാർ അവിടെ ഒരു ഉറപ്പ് നൽകുന്നു. നിലവിൽ NPS പദ്ധതിയിലുള്ള സർക്കാർ ജീവനക്കാർക്ക് ഈ ഒരു പുതിയ രീതിയിലേക്ക് മാറുന്നതിനുള്ള ഒരു അവസരം കൂടി അവിടെ ഒരുക്കിയിട്ടുണ്ട്. 2026 ഏപ്രിൽ 1 ശേഷം സർവീസിൽ പ്രവേശിക്കുന്നവർക്കും ഇത് ബാധകമായിരിക്കും. ഇത് പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കല്ല, മറിച്ച് NPS തുടരുമ്പോൾ തന്നെ പെൻഷൻ തുകയിൽ ഒരു മിനിമം ഗ്യാരണ്ടി ഉറപ്പാക്കുന്ന ഒരു രീതിയായിട്ട് കണക്കാക്കാം. പഴയ പെൻഷൻ രീതിയിലെ പോലെ തന്നെയായിരിക്കും ഇതിൻ്റെയും കണക്ക് കൂട്ടൽ എന്ന് മനസ്സിലാക്കുക. ഒരാൾക്ക് പൂർണ്ണമായ 50% പെൻഷൻ ലഭിക്കണമെങ്കിൽ 30 വർഷത്തെ സർവീസ് പൂർത്തിയായിരിക്കണം എന്നാണ് നിയമം. 30 വർഷത്തിൽ താഴെ സർവീസ് ഉള്ളവർക്ക് ആനുപാതികമായ തുകയായിരിക്കും പെൻഷനായി ലഭിക്കുക എന്ന് മനസ്സിലാക്കുക. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ശമ്പള സ്കെയിലിൻ്റെ 50% പരമാവധി പെൻഷൻ തുകയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് കൂടി മനസ്സിലാക്കാം. അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിൽ പെൻഷൻകാർക്ക് സർക്കാർ കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന DA തീർച്ചയായും ലഭിക്കും. ഇതിലൂടെ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ പെൻഷൻകാർക്ക് സാധിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ജീവനക്കാരൻ്റെയും സർക്കാരിൻ്റെയും ആ ഒരു കോൺട്രിബ്യൂഷൻ ഇപ്പോഴത്തെ പോലെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. വിരമിക്കുമ്പോൾ NPS ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ആന്വിറ്റി തുക സർക്കാർ ഉറപ്പ് നൽകുന്ന 50% പെൻഷനേക്കാൾ കുറവാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യത്യാസം സർക്കാർ ഖജനാവിൽ നിന്ന് നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ വിരമിക്കുമ്പോൾ ഒരു നിശ്ചിത തുക കയ്യിൽ കിട്ടുമെന്ന ആ ഒരു ആത്മവിശ്വാസം, പഴയ പെൻഷൻകാർക്ക് ലഭിക്കുന്ന അതേ DA വർധനവ് പുതിയ ജീവനക്കാർക്ക് ലഭ്യമാകുന്നു എന്നൊരവസ്ഥ, നിലവിലെ NPS ജീവനക്കാർക്ക് ഇതിലേക്ക് മാറുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നൊരവസ്ഥ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പുതിയ പെൻഷൻ സിസ്റ്റത്തിൻ്റെ നേട്ടമായിട്ട് തന്നെയാണ് ജീവനക്കാർ കണക്ക് കൂട്ടുന്നത്. ഈ അഷ്വേർഡ് പെൻഷൻ പദ്ധതി ജീവനക്കാർക്ക് ഒരു സുരക്ഷാ കവചം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണെങ്കിലോ ഇതിൽ ചില കടുപ്പമേറിയ നിബന്ധനകളും വിമർശനാത്മകമായ പോരായ്മകളും കൂടി അടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. 50% പെൻഷനായി ലഭിക്കണമെങ്കിൽ ജീവനക്കാരൻ 30 വർഷം സർവീസ് പൂർത്തിയായിരിക്കണം എന്നാണ് പറയുന്നത്. സർവീസ് കാലാവധി ഇതിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ പെൻഷൻ തുക ആനുപാതികമായി കുറയുകയും ചെയ്യും. വൈകി സർവീസിൽ കയറുന്നവർക്ക്, ഉദാഹരണത്തിന് 30 വയസ്സിന് ശേഷം പൂർണ്ണ പെൻഷൻ ലഭിക്കില്ല എന്നാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാനുള്ളത്. പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ ശമ്പളത്തിൽ നിന്ന് വിഹിതം പിടിക്കുന്ന ഒരു ഏർപ്പാടില്ലായിരുന്നു. എന്നാൽ APSൽ നിലവിലെ NPS രീതിയിലുള്ള 10% വിഹിതം ജീവനക്കാർ തുടർന്നും നൽകേണ്ടതായിട്ടുണ്ട്. അതായത് സ്വന്തം ശമ്പളത്തിൽ നിന്ന് പണം നൽകി തന്നെ വേണം ഈ ഒരു പെൻഷൻ ഉറപ്പാക്കാൻ എന്നാണ് പറഞ്ഞു വരുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ശമ്പള സ്കെയിലിലെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 50% പരമാവധി പെൻഷൻ തുക എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ ശമ്പളം വാങ്ങുന്നവർക്ക് പോലും ഈ പരിധിക്കപ്പുറം പെൻഷൻ ലഭിക്കില്ല എന്നതാണ് അതിലൊരു പ്രശ്നം.
അതേപോലെ വിരമിക്കുമ്പോൾ NPS അക്കൗണ്ടിലുള്ള തുകയുടെ 60% ജീവനക്കാരന് ലഭിക്കും. ബാക്കി 40% തുക ഉപയോഗിച്ച് വാങ്ങുന്ന ആ ഒരു ആന്വിറ്റി തുകയേക്കാൾ കുറവാണ് 50% എഷ്യൂർഡ് പെൻഷൻ എങ്കിൽ മാത്രമേ സർക്കാർ അധിക തുക നൽകുകയുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കണം. പലപ്പോഴും ജീവനക്കാരൻ്റെ തന്നെ നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭമായിരിക്കും പെൻഷനായി മാറുന്നത് എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ശമ്പള വിഹിതം നൽകേണ്ടി വരുന്നത് ജീവനക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യതയായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കുവാനുള്ളത്. പഴയ പെൻഷൻ പദ്ധതിയിൽ ലഭിച്ചിരുന്ന വലിയ തുകയായിട്ടുള്ള ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി സംബന്ധിച്ച് APSൽ ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതും ഒരു പ്രശ്നമാണ്. ഇത് ജീവനക്കാർക്കിടയിൽ ആശങ്കയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ജീവനക്കാരൻ മരണപ്പെട്ടാൽ ആശ്രിതർക്ക് ലഭിക്കുന്ന കുടുംബ പെൻഷൻ്റെ കാര്യത്തിലും പഴയ പദ്ധതിയുടെ അത്ര കണ്ട് ഒരു സുരക്ഷിതത്വം പുതിയ ഈ ഒരു APS നൽകുന്നില്ല എന്നൊരു വിമർശനവും പൊതുവെ വരുന്നുണ്ട്. ആന്വിറ്റി പ്ലാനുകളെ ആശ്രയിച്ചായിരിക്കും അതിൻ്റെ ഭാവിയും നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. ഭാവിയിൽ പെൻഷൻ നൽകാൻ ഖജനാവിൽ പണമില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ ഈ ഒരു ഉറപ്പ് എങ്ങനെ പാലിക്കപ്പെടുമെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ ഒരു ചോദ്യവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ NPS ജീവനക്കാർക്ക് APSലേക്ക് മാറാൻ പ്രത്യേക നിബന്ധനകൾ ഉണ്ടാകാം. അതെല്ലാവർക്കും ഒരേപോലെ ലാഭകരമാകണമെന്നൊന്നും നമുക്കിപ്പോൾ പറയുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കേരളത്തിലെ പെൻഷൻ രംഗത്തെ വലിയ ഒരു മാറ്റത്തെ പറ്റിയാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ സുരക്ഷിതത്വമില്ലാത്ത NPSൻ്റെ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒരു ഘട്ടത്തിൽ നിന്നും എഷ്വേർഡ് പെൻഷൻ പദ്ധതി അഥവാ APS എന്ന് പറയുന്ന ഒരു മധ്യവർത്തി സംവിധാനത്തിലേക്ക് സർക്കാർ ചുവടെടുത്ത് വെക്കുന്നതിൻ്റെ കഥയാണ് നമ്മൾ സംസാരിച്ചത്. APS ഒരാശ്വാസമാണെങ്കിലും ഇതൊരു പൂർണ്ണമായ പരിഹാരമാണോ എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. 30 വർഷം ജോലി ചെയ്യണമെന്നുള്ളൊരു നിബന്ധനയും സ്വന്തം ശമ്പളത്തിൽ നിന്ന് 10% നൽകണമെന്ന വ്യവസ്ഥയും പലർക്കും ഒരു തിരിച്ചടി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പഴയ രീതിയിലുള്ള ആ ഒരു പെൻഷൻ പ്രതീക്ഷിച്ചവർക്ക് ഇതൊരു പകുതി സമ്മാനം മാത്രമാണോ എന്ന് വരും ദിനങ്ങളിലെ ഔദ്യോഗിക ഉത്തരവുകൾ പൂർണ്ണമായി പഠിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പദ്ധതിയെപ്പറ്റി ഇത് കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നറിയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഇത് ജീവനക്കാർക്ക് ഗുണകരമാണോ അതോ അതിൽ വല്ല മാറ്റങ്ങളും ആവശ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതേപോലെ നിങ്ങളുടെ സഹപ്രവർത്തകരിലേക്കുമൊക്കെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി മൈ സയൻസ് ഗ്യാരേജ് എന്ന് പറയുന്ന എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി മറ്റൊരു ദിവസം വീണ്ടും കാണാം. Until then, this is Liju signing off.